പൗരത്വ നിയമത്തിനെതിരെ കണ്ണൂർ മട്ടന്നൂരിൽ LDF നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരന്ന നൈറ്റ് മാർച്ച്. കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജന്റെയും കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെയും നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് നടന്നത്. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൗരത്വ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നൈറ്റ് മാർച്ചുകളും പ്രതിഷേധ പരിപാടികളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മട്ടന്നൂർ നഗരത്തിലൂടെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആയിരക്കണക്കിന് ആളുകളാണ് മട്ടന്നൂർ നഗരത്തിൽ ഈ നൈറ്റ് മാർച്ചിന്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ മട്ടന്നൂർ നഗരത്തിലൂടെ ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും ഈ പൗരത്വ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ള വലിയ പ്രഖ്യാപനം തന്നെയാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം വിഭാഗക്കാരെ രണ്ടാം തരം പൗരന്മാരായി കാണാൻ അനുവദിക്കില്ല, മതേതരത്വത്തിന്റെ നാടാണ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. എത്രത്തോളം ഭീഷണിയാണ് ഈ പൗരത്വ നിയമം? ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് ഈ ഭരണഘടനാ വിരുദ്ധ നിയമം. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നത് കാടത്തമാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. അതൊന്നും വില കൽപ്പിക്കാതെ വിജ്ഞാപനം വഴി അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിച്ചാൽ ജനങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയോ ഇവിടെ നാട്ടി ഓടിക്കാൻ അനുവദിക്കില്ല. ആ പ്രഖ്യാപനമാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇടതുപക്ഷ MPമാർ പാർലമെന്റിലെത്തിയാൽ ഏറ്റവും ആദ്യം പൊരുതുക ഈ ഭരണഘടനാ വിരുദ്ധ മതാടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കുന്ന നിയമത്തിനെതിരായിരിക്കും. ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും പൊരുതുക തന്നെ ചെയ്യും. ആ പ്രഖ്യാപനമാണ് ഈ പന്തത്തെ സാക്ഷി നിർത്തി ജനങ്ങളാകെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ പൗരത്വം നിഷേധിക്കാനുള്ള ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല. തീർച്ചയായും കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കൂടി ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ കൂടി ഈ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. അത്തരത്തിൽ LDFന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയായി ഈ പൗരത്വ നിയമത്തിനെതിരെയുള്ള വലിയ മുന്നേറ്റമായി തന്നെ ഈ ഒരു നൈറ്റ് മാർച്ച് മാറുകയാണ്. മട്ടന്നൂരിലാണ് ഇപ്പോൾ MV ജയരാജനും കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജനും കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ച് നടക്കുന്നത്. എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്? അതിശക്തമായ പ്രതിഷേധമാണ് നാടെങ്ങും ഉയരുന്നത്. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് BJP ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനരോഷമാണ് ഇപ്പോൾ നാടെങ്ങും ഭാരതത്തിലുടനീളം കാണുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് മട്ടന്നൂരിൻ്റെ വലിയ ഒരു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ചാണ് ഇപ്പോൾ മട്ടന്നൂർ നഗരത്തിൽ നടക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജനും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററും നയിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഇപ്പോൾ മട്ടന്നൂർ നഗരത്തിൽ പുരോഗമിക്കുന്നത്.